السلام عليكم ورحمة الله. الإمام عبد الله بن علوي الحداد رضي الله عنه رسالة آداب سلوك المريد ക്ലാസ് 6. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. وعلى المريد أن يجتهد في تقويته وحفظه وإجابته. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽ അംറുൽ ബാഇസിനെ കുറിച്ചാണ്. അള്ളാഹു താലയിലേക്ക് അടുക്കാനുള്ള പ്രത്യേകമായ ഒരു ഉൾവിളി, ആ പ്രേരണയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഅലൽ മുരീദി, ഒരു മുരീദിൻ്റെ മേലിൽ നിർബന്ധമാണ്, അവന് അനിവാര്യമായതാണ്. മുരീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അള്ളാഹു താലാൻ്റെ വജ്ഹ് ഉദ്ദേശിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അള്ളാഹു താലാൻ്റെ പ്രീതി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, അവനക്ക് നിർബന്ധമാണ് ഐ യജ്തഹിദ ഫീ തഖ്വിയതിഹി, ആ ബാഇസിനെ ശക്തിപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത്തരം കാര്യങ്ങൾ കഠിനാധ്വാനത്തോടുകൂടെ ചെയ്യൽ അവന് ബാധ്യതയാണ്. അതുപോലെ തന്നെ വഹിഫ്ളിഹി, ആ അമ്രും ബാഇസിനെ സൂക്ഷിക്കലും അവന് നിർബന്ധമാണ്. വ ഇജാബത്തിഹി, അങ്ങനെ ആ ഒരു ഉൾപ്രേരണ അവന് വന്നാൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതും അവൻ്റെ മേൽ നിർബന്ധമാണ്. അപ്പോൾ ഈ യജ്തഹിദ ഫീ തഖ്വിയതിഹി എന്ന് പറഞ്ഞാൽ അതിനെ ശക്തിപ്പെടുത്തുക, അതിനെ സൂക്ഷിക്കുക, അതിനെ ഇജാബത്ത് നൽകുക എന്നാണല്ലോ പറഞ്ഞത്. ഏതാണ് ഈ അത്? അയനി ഹാദൽ ബായിസ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബായിസാണ്, അള്ളാഹു താലയിലേക്ക് അടുക്കണമെന്ന ആ ഒരു ഉൾപ്രേരണ. അപ്പോൾ അതിന് തഖ്വിയത്ത് നടത്തണം, ഹിഫ്ള് ചെയ്യണം, ഇജാബത്ത് ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഈ മൂന്ന് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫതഖ്വിയതുഹു, അപ്പോൾ ആ അംറും ബായിസിനെ ശക്തിപ്പെടുത്തുക എന്നത് അത് ബിദ്ദിക്രിലില്ലാഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്റ് ചൊല്ലലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഓർക്കുക. ഒരുപാട് അദ്കാറുകളുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന സമയത്ത് ചൊല്ലിയിട്ട്, ചിലപ്പോൾ തഹ്ലീൽ ചെല്ലാൻ താല്പര്യമുണ്ടാകും, അപ്പോൾ ഒരുപാട് തഹ്ലീൽ ചെല്ലുക. ചിലപ്പോൾ ഇസ്തിഗ്ഫാർ ആയിരിക്കും, അപ്പോൾ ഇസ്തിഗ്ഫാർ. ചിലപ്പോൾ സ്വലാത്ത് ചെല്ലാനായിരിക്കും, ചിലപ്പോൾ അങ്ങനെ സ്വലാത്ത് ചെല്ലാം. ഇനി ആ രൂപത്തിലാകാം, അല്ലെങ്കിൽ മഹാന്മാരായ മശായിഖ് നമുക്ക് പറഞ്ഞു തന്ന പ്രത്യേകം ദിക്റുകൾ, പ്രത്യേകം ഇജാസത്തുള്ള സ്വലാത്തുകൾ, വിറുതുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആ അംറും ബായിസിനെ ശക്തിപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ വൽ ഫിക്രി ഫീ മാ ഇൻദല്ലാഹി തആല, അള്ളാഹു തആലാൻ്റെ അടുക്കലുള്ള കാര്യങ്ങളിൽ ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന് നൽകുന്ന അനുഭൂതികൾ, അതുപോലെ തന്നെ ഒരു സത്യനിഷേധിക്ക് അള്ളാഹു തആല നൽകുന്ന ശിക്ഷകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുക, നരകത്തെക്കുറിച്ച് ആലോചിക്കുക, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഓരോ സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. അപ്പോൾ ആ ഫിക്റും ആ ദിക്റും ഇത് രണ്ടും ഉണ്ടാകുന്ന സമയത്ത് ആ അംറും ബായിസിന് ശക്തി നൽകുന്നതാണ്, ശക്തി ലഭിക്കുന്നതാണ്. എന്നാൽ അതുപോലെ തന്നെ വൽ മുജാലസതി ലി അഹ്ലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആളുകളുണ്ട്, അവരോടുകൂടെ പലപ്പോഴും സഹവസിക്കുക, അവരെ കൂടെ ഇരിക്കുക. അപ്പോൾ അത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താലാൻ്റെ ആളുകളെന്ന് പറയുന്ന അള്ളാഹു താലാൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാ, അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ആളുകൾ, അവരെ കൂടെ സമയം ചെലവഴിക്കുക, അവരെ കൂടെ യാത്ര ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ സാരോപദേശങ്ങൾ കേട്ടിരിക്കുക. ഇങ്ങനെയാണ് ആ അംറും ബായിസിനെ ശക്തിപ്പെടുത്തേണ്ടത്. ഇനി രണ്ടാമതായിട്ട് അതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് അതിനെ സൂക്ഷിക്കുക? വഹിഫ്ളുഹു, ആ അള്ളാഹു നമുക്ക് ഔദാര്യമായി നൽകിയ ആ ഉൾപ്രേരണ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കൽ എങ്ങനെയാണ്? അതിനെ സൂക്ഷിക്കേണ്ടത് ബിൽ ബുഅദി അൻ മുജാലസത്തിൽ മഹ്ജൂബീന വലിഇറാളി അൻ വസ്വസത്തി ഷയാത്തീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ നൂറ്, ആ ഒരു മഅരിഫത്തിനെ തൊട്ട് തടയപ്പെട്ട ആളുകൾ ഉണ്ടാകും. ആ തടയപ്പെട്ട ആളുകളെ കൂടെ സഹവസിക്കാതിരിക്കുക, അവരെ കൂടെ ഇരിക്കാതിരിക്കുക, ഫാസിഖീങ്ങളോടുള്ള സഹവാസം ഒഴിവാക്കുക, മുബ്തദിഈങ്ങളോടുള്ള സഹവാസം ഒഴിവാക്കുക. വൽഇറാളി അൻ വസ്വസത്തി ഷയാത്തീൻ, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുക. എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിലിങ്ങനെ അരുതായ്മകൾ നമ്മളെ തോന്നിപ്പിച്ച്
അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് വേണോ വേണ്ടേ എന്ന് തോന്നി നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ അത് പിശാചിൻ്റെ ദുർബോധനമാണെന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോൾ ഫാസിഖീങ്ങളോട് സഹവസിക്കരുത്, അതുപോലെ പിശാചിൻ്റെ ദുർബോധനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ നമുക്ക് അമ്രും ബായിസിനെ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആ ഒരു ഉൾപ്രേരണ, അള്ളാഹുത്താലയിലേക്ക് അടുക്കണമെന്ന ആ ഒരു താല്പര്യത്തെ സൂക്ഷിക്കാൻ, ഹിഫ്ള് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ്. ഇതൊക്കെ ഒരു മുരീദിനോടുള്ള ഉപദേശമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഉസ്താദിനെ കുറിച്ചുള്ളതല്ല. ഉസ്താദും അതുപോലെ തന്നെ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കേണ്ടൊക്കെ മർത്തബയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മഹ്ജൂബികൾ അവരോട് സഹവസിക്കേണ്ടി വരും. അള്ളാഹു താലാനെ തൊട്ട്, അള്ളാഹു താലാൻ്റെ ഫിക്റിനെ തൊട്ട് തടയപ്പെട്ട ആളുകളോട് സഹവസിക്കേണ്ടി വരും. അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ അവരോട് സഹവസിക്കുമ്പോൾ ആ സഹവാസം കാരണം ആ മഹ്ജൂബികളായ അവരുടെ ആ ദുർബോധനം മാറ്റിവെച്ചുകൊണ്ട് നല്ല ശൈലിയിലേക്ക് മാറാൻ വേണ്ടിയാണ്. അവരുടെ തെറ്റായ ദിശകളൊക്കെ മാറ്റിവെച്ച്, തെറ്റായ റൂട്ടുകളൊക്കെ മാറ്റി സൽക്കർമ്മത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ ജനങ്ങളെ ദഅവത്തിന് പറ്റുന്ന രൂപത്തിൽ നമ്മളെത്തിക്കഴിഞ്ഞാൽ അവരെന്താക്കണം? അവരോട് നമ്മൾ സഹവസിക്കണം. അത് മറ്റൊരു ശൈലിയാണ്, മറ്റൊരു റൂട്ടാണ്. അപ്പോൾ ഏതായാലും ഇവിടെ പറയുന്നത് അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടി കേടുവരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരെ ഉപദേശിക്കാനുള്ള കഴിവ് നമുക്കില്ല. അത്തരം സാഹചര്യങ്ങൾ എന്താകരുത്? അള്ളാഹു തആലാൻ്റെ മഅരിഫത്തിനെ തൊട്ട് തടയപ്പെട്ട ആളുകളോട് നമ്മൾ സഹവസിക്കാൻ പാടില്ല. കാരണം നമ്മളും കൂടെ കേടുവന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ ആരാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു അവിടുത്തെ റിസാലത്തുൽ ഖുശൈരിയിൽ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാൻവറുകൾ പറയാണ്, സമിഅ്തു ബിശ്റ ബിനൽ ഹറസ് റളിയല്ലാഹു അൻഹു യഖൂൽ സുഹ്ബത്തുൽ അശ്റാരി തൂരിസു സൂഅൽ ളന്നി ബിൽ അഖ്യാർ. മോശമായ ആളുകളോടുള്ള സഹവാസം നല്ല ആളുകളെക്കുറിച്ച് തെറ്റായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ മോശമായ ആളുകൾ, അവരെ കൂടെ നമ്മളിങ്ങനെ സഹവസിക്കുമ്പോൾ പിന്നീട് നമ്മൾ നല്ല ആളുകളോട് സഹവസിക്കുമ്പോൾ ഒരുപക്ഷെ ഈ മോശമായ ആളുകൾ ബാഹ്യമായിട്ട് നല്ല പ്രവർത്തനം ചെയ്യും, ആളുകളെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് അവർ തെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ നല്ല ആളുകളെ കാണുമ്പോൾ അവർ ബാഹ്യമായി നല്ല ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ആദ്യം കണ്ട ആളുകളെ പോലെ തന്നെയാണ് ഇവരും. കാരണം ഇവരും ഒറ്റക്കാകുമ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, അതുപോലെ തന്നെ ഇവരെ ജീവിതം മോശമാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തെറ്റായ ആളുകളോടുള്ള സഹവാസം, പ്രത്യേകിച്ച് കാപ്പട്യമുള്ള ബാഹ്യമായ ഇബാദത്ത് ചെയ്ത് അതായത് ഉള്ള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കൽബ് എന്നല്ല, ജനങ്ങൾ കാണാത്ത സമയത്ത് തെറ്റുകൾ ചെയ്യുന്ന വിഭാഗം, അത്തരം ആളുകളാണെന്ന് കണ്ടാൽ അവരെ നമ്മൾ മാറ്റി നിർത്തണം. അവരോടുള്ള സഹവാസം എന്നതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ നാശമെന്ന് പറയുന്നത് അത് സൂഉൽ ളന്നി ബിൽ അഖ്യാർ, നല്ല ആളുകളെക്കുറിച്ച് മോശം വിചാരം നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പം നല്ല ആളുകളോടുള്ള സഹവാസം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യമായി നമുക്ക് നൽകുമാറാവട്ടെ. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞത് അതിന് ഇജാബത്ത് നൽകണമെന്നാണല്ലോ. ആ അമ്രും ബാഇസ് നമുക്ക് ലഭിച്ചാൽ അതിന് നമ്മൾ ഇജാബത്ത്, മറുപടി നൽകണം. അതെങ്ങനെയാണ്? വ ഇജാബത്തുഹു, ആ ഉൾപ്രേരണക്ക് നമ്മൾ മറുപടി നൽകുക, അതിനെ സ്വീകരിക്കുക എന്നത് ബി അൻ യുബാദിറ ബിൽ ഇനാബത്തി ഇലല്ലാഹി തആല, അള്ളാഹു തആലയിലേക്ക് മടങ്ങാൻ നമ്മൾ ധൃതി കാണിക്കുക. എത്രയും പെട്ടെന്ന് പടച്ച റബ്ബിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. വ യസ്ദുഖ ഫിൽ ഇഖ്ബാലി അലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിടുന്നതിൽ നമ്മൾ സത്യസന്ധരാകുക. അപ്പോൾ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി റബ്ബിൻ്റെ പ്രീതി ലഭിക്കണമെന്ന് എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ അമ്രും ബാഇസ് ശക്തിപ്പെടുന്നതാണ്. വലായതവാന വലാ യുസവ്വിഫു വലായതബാത്ത വലാ യുഅഖിർ, അഥവാ എന്താകരുത്? നമ്മൾ പിന്തിപ്പിക്കാൻ പാടില്ല. ഒരു ഇബാദത്തിനെ നമ്മൾ പിന്തിപ്പിക്കരുത്. നമുക്ക് ഈ ഒരു അമ്രും ബാഇസ് കിട്ടിയാൽ പിന്നെ അതിനെങ്ങനെ നീട്ടിക്കൊണ്ടുപോയി സൽക്കർമ്മങ്ങൾ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയാൽ അള്ളാഹു നമുക്ക് അവൻ്റെ ഔദാര്യമായി നൽകിയ അമ്രും ബാഇസിന് നമ്മൾ വെള്ളവും അതുപോലെ അന്നവും പാനീയവും കൊടുക്കാതെ അതിനെ ശുഷ്കിപ്പിച്ച് അവസാനം അതിനെ മൗത്താക്കുന്ന, മരിപ്പിക്കുന്നൊരവസ്ഥ നമ്മളാൽ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അമ്രും ബാഇസ് അള്ളാഹു അവൻ്റെ ഔദാര്യമായി നൽകിയതാണല്ലോ. അതുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്
അതിനെ പുഷ്ടിപ്പെടുത്തുക, അതിനെ ഭംഗിയായി നല്ല റാഹത്തോടുകൂടെ നിലനിർത്താൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്രും ബായത്തിന് ഇജാബത്ത് നൽകിയവരായി. അതാണ് വലായു അഖിർ, നീ ഒന്നും തന്നെ പിന്തിക്കാൻ പാടില്ല. വഖദ് അംകനതുഹുൽ ഫുർസത്തു ഫല്യന്തഹിസ്ഹ, അവന് നല്ലൊരു ചാൻസ് ഇവിടെ തരപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു നല്ലൊരു ചാൻസ് അവന് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ നല്ലപോലെ അവൻ ഉപയോഗപ്പെടുത്തണം. വഫുത്തിഹലഹുൽ ബാബു ഫല്യദ്ഖുൽ, അള്ളാഹുവിൻ്റെ ഔദാര്യമായി അവനിലേക്ക് അടുക്കാനുള്ള കവാടം ഇവിടെ മലർക്കെ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ അങ്ങ് പ്രവേശിക്കുക, അല്ലാതെ എന്താകരുത്, അവിടെ നിന്ന് പിന്നെയും പുറംതിരിഞ്ഞിരിക്കരുത്. വദാഹുദ്ദായി, അള്ളാഹു താലാൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ക്ഷണിക്കുന്ന ആളവനെ ക്ഷണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫല്യുസ്രിയ, എത്രയും പെട്ടെന്ന് അതിന് മറുപടി കൊടുക്കുക, അതാണ് അവൻ ചെയ്യേണ്ടത്. വല്യഹ്ദർ മിൻ ഗദിൻ ബഅദ ഗദിൻ, പ്രത്യേകം അവൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ അമ്രും ബാഴ്ത്ത് കിട്ടിയ ആൾ എല്ലാ സൽക്കർമ്മങ്ങളും നല്ലതിനൊക്കെ നാളെ തുടങ്ങാം നാളെ തുടങ്ങാം എന്ന ചിന്ത അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ നിന്ന് തൊട്ട് സൂക്ഷിക്കണം അവൻ. ഫൈന്ന ദാലിക മിൻ അമലി ശൈത്താൻ, അത് പൈശാചികമാണ്, പിശാചിൻ്റെ ഭാഗത്തുനിന്നുള്ളതാണ്. അതുകൊണ്ട് വൽയുഖ്ബൽ വലാ യതസബ്ബത്ത്, വൽയുഖ്ബിൽ, അവൻ അതിലേക്ക് മുന്നിടണം. വലാ യതസബ്ബത്ത്, അവൻ എന്താകരുത്, അതിനെ തടസ്സം നിൽക്കരുത്, വിഘാതമാകാൻ പാടില്ല. വലാ യതഅല്ലല ബിഅദമിൽ ഫറാഗി വഅദമി സ്വലാഹിയത്തി, അവന് കാരണം പറയരുത് എനിക്കിപ്പോൾ ഫ്രീ ഇല്ല, അതുപോലെ ഞാനിപ്പോൾ നന്നാകാൻ പറ്റിയ ആളല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, അതുപോലെ ഇപ്പോൾ ഫുള്ള് ബിസിയാണ്, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നല്ല റാഹത്തായിട്ടൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കരുത്. കാരണം എന്താ, അതൊരിക്കലും ദുനിയാവിൽ കിട്ടൂല റാഹത്ത് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് നന്നാകണമെന്ന് ചിന്തിക്കുമ്പോൾ, നന്മയുടെ ഭാഗത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ പിശാജ് എപ്പോഴും ശുഗലാണെന്ന് ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വലായ തഅല്ലല ബിഅദമിൽ ഫറാഗി വഅദമി സ്വലാഹിയത്തി, ഇപ്പം അതിന് പറ്റിയ സമയമല്ല, അല്ലെങ്കിൽ ഞാൻ അതിന് പറ്റിയവനല്ല, അതുപോലെ എനിക്കിപ്പോൾ ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞ് കാരണം പറഞ്ഞ് സൽക്കർമ്മങ്ങൾ മലർക്ക തുറക്കപ്പെടുമ്പോൾ, അള്ളാഹു താലാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേകമായ ഉൾവിളി നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമ്പോൾ അതിനെ നമ്മൾ കൊട്ടിയടക്കരുത് ഇത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. മഹാനായ അബുർ റബീഅ റഹിമഹുല്ല പറയാണ്, ഖാല അബുർ റബീഅ റഹിമഹുല്ല സീറു ഇലല്ലാഹി ഉർജൻ വമക്കാസിറ, അള്ളാഹു തആലയിലേക്ക് നിങ്ങൾ മുടന്തും അതുപോലെ തന്നെ പൊട്ടിയ അവയവങ്ങളുമായിട്ട് നിങ്ങൾ ഈ പാലായനം ചെയ്യണം. അള്ളാഹു തആലയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. എങ്ങനെ? ഉറുജൻ, മുടന്തോടുകൂടെ, വമക്കാസീറ, അഥവാ എല്ലാ നിലക്കും ഫ്രീ ആയിട്ട് നല്ല ആരോഗ്യവും അതുപോലെ നല്ല അവസരങ്ങളും കിട്ടിയ സമയം എന്ന് കരുതിയിട്ട് നിങ്ങൾ നിൽക്കാതെ, കിട്ടിയ സമയം അതിനെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ആ നിലക്ക് തന്നെ അങ്ങ് പോവുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപാകതകളും അതുപോലെ എല്ലാ വിഷയങ്ങളും മാറിയിട്ട് സ്വസ്ഥമായ സമയം പ്രതീക്ഷിക്കാതെ കിട്ടിയ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വലാ തന്തളിറു സിഹത്ത ഫൈനന്തിലാറ സിഹത്തി ബത്വാല, നിങ്ങൾ സിഹത്തിന് എല്ലാ നിലക്കും ഫ്രീ ആയിട്ട് റാഹത്തിനെ പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിക്കുക എന്നത് എല്ലാത്തിനെയും ബാത്തിലാക്കി കളയുന്നതാണ്. ഒന്നിനും അവസരം കിട്ടാതെ അവസാനം എന്തായി പോകും? അവൻ്റെ ജീവിതം നശിച്ചു പോകും. മഹാനായ ഇബ്നു അത്താഇല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, വഖാല ഇബ്നു അത്താഇല്ലാഹി റഹിമഹുല്ലാ ഫിൽ ഹികമി, അവിടുത്തെ ഹിക്കമിൽ പറയുന്നത് കാണാം, ഇഹാലതുകൽ അമല അലാ വുജൂദിൽ ഫറാഗി മിൻ റുഊനാത്തിൻ നഫ്സി, ഇഹാലതുകൽ അമല അലാ വുജൂദിൽ ഫറാഗി മിൻ റുഊനാത്തിൻ നഫ്സി, അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിവുള്ള സമയം വേണം എന്ന് പറഞ്ഞ് അതിന് മാറ്റി വെക്കുക. ഏത് അമലായാലും അത് ഒഴിവുണ്ടാവുമ്പോൾ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് മാറ്റിവെക്കൽ മിൻ റുഊനാത്തിൻ നഫ്സി, അത് നഫ്സിൻ്റെ ഒരു റുഊനത്താണ്, അതിൻ്റെ ഒരു ഹമാക്കത്താണ്, ഒരു മൂടത്തരമാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അഥവാ അതൊരു പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നഫ്സിൻ്റെ അമ്മാറത്തും ബിസ്സു ആണ്. എന്ത് സൽക്കർമ്മങ്ങളായാലും ചിലപ്പോൾ നല്ല രൂപത്തിലാണ് നമുക്ക് തോന്നിപ്പിക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ വിത്ർ നിസ്കരിക്കുമ്പോൾ, വിത്ർ നിസ്കരിക്കാൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കുന്ന എല്ലാ ദിവസവും പലപ്പോഴും വിത്റിനെ നമ്മൾ നീട്ടിവെച്ചാൽ അത് സുബഹി വരെ ഉറങ്ങിയിട്ട് തഹജ്ജുദും വിത്റൊക്കെ നഷ്ടപ്പെടല. എന്നാലും ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ നഫ്സ് നമ്മോട് പറയാം, വിത്ർ ഇപ്പം നിസ്കരിക്കണ്ട. കാരണം വിത്റിന് അഫ്ളൽ ഉണരുന്ന ആളുകൾക്ക് സുബഹിൻ്റെ മുമ്പാണല്ലോ, ഇതുവരെ എണീറ്റിട്ടില്ലെങ്കിലും ഇന്ന് എണീക്കും, അതുകൊണ്ട് നല്ല ഉറങ്ങി എണീച്ച് ഫ്രഷായിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് എനിക്ക് വിത്ർ നിസ്കരിക്കാം എന്ന് നമ്മളെ നഫ്സ് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, സാധാരണ നമ്മളങ്ങനെ എണീക്കാറുണ്ടോ? അതല്ല ആ പേരും പറഞ്ഞ് എന്നും വിത്ർ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ സുബഹിക്ക് എണീക്കുക,
എന്നാലും പിറ്റേന്ന് പിശാച് നമ്മുടെ നഫ്സ് അത് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയാണ്, എന്നിട്ട് വിത്ത് ഒഴിവാക്കുകയാണ്. എന്താണ്? നല്ല റാഹത്തുള്ള സമയം കിട്ടണമെന്ന് കരുതിയിട്ട്. അപ്പോൾ എന്നതുപോലെ ഏത് കർമ്മങ്ങളും എപ്പോഴാണോ നമുക്ക് അവസരം കിട്ടുന്നത് അതങ്ങ് ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ അതിനേക്കാളും നല്ല സമയം, ഫ്രീ ആയ സമയം കിട്ടണമെന്ന് കരുതി മാറ്റിവെക്കുക എന്നത് വലിയ അബദ്ധമാണ്. മിൻ റുഊനാത്തിൻ നഫ്സ് എന്നാണല്ലോ പറഞ്ഞത്. റുഊനത്തിൻ്റെ മാന ഹിക്കമിൻ്റെ ശാരിഹ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവരായ അലി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ബാറാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹുൽ ഹിക്കമിൽ പറയുന്നത് കാണാം. വർ ഹിയൽ ഹമാഖ. റുഊനത്ത് എന്ന് പറഞ്ഞാൽ ഹമാഖത്താണ്. ഹംക്ക് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. കാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് തങ്ങൾ പറയാണ്, വൽ അഹ്മഖു, അഹ്മഖ് എന്ന് പറഞ്ഞാൽ ആരാ? മൻ ഇത്തബഅ നഫ്സഹു മൻ അത്ബഅ നഫ്സഹു ഹവാഉ. സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛക്ക് തുടർത്തിയ ആളാണ്. ശരീരത്തിൻ്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്ന ആൾ. വതമന്ന അലല്ലാഹിൽ അമാനിയ. എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുക. ശരീരം തോന്നിയതുപോലെ ജീവിക്കുക. എന്നിട്ട് എനിക്ക് സ്വർഗം കിട്ടും, എനിക്ക് മഹാന്മാരെ സുഹബത്ത് കിട്ടും, റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കഴിയും, അതുപോലെ റസൂലുള്ളാഹിൻ്റെ സുഹബത്ത് കിട്ടും, ഞാൻ നല്ലവനാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങളാണ്. എനിക്ക് ആഖിറത്തിൽ അത് വേണം, ദുനിയാവിൽ ഇത് വേണം, എന്തൊക്കെയാണ് അവൻ്റെ വിചാരമെന്നും. എന്നാൽ അവൻ്റെ ജീവിതോ മൻ അത്ബഅ നഫ്സഹു ഹവാഹു, അവൻ്റെ ശരീരത്തിൻ്റെ താല്പര്യത്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ അത്തരം ആളുകൾക്കാണ് ഹംക്ക് എന്ന് പറയുന്നത്. ആ ഹമാക്കത്തിനെ കുറിച്ചാണ് റുഊനത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. അപ്പം എന്തായി? റുഊനാത്തുൻ നഫ്സിൽപ്പെട്ടതാണ് ഒഴിവ് സമയത്തിലേക്ക് ഇബാദത്തുകളെ മാറ്റിവെക്കുക എന്നത്. അഥവാ അത്തരം സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ അഹ്മക്കിൽ പെട്ടുപോയോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു താലാൻ്റെ മഅരിഫത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.